കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ മരണത്തിൽ പ്രതിഷേധം തുടരുകയാണ്. മരിച്ച കർഷകന്റെ കുടുംബവുമായി സർക്കാർ നടത്തിയ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടു. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്താൻ സമ്മതിക്കില്ല എന്നതാണ് കുടുംബത്തിന്റെ നിലപാട്. വിവരങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മേഘ്ന, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോഴും പോസ്റ്റ്മോർട്ടത്തിന് അനുവദിക്കാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ കുടുംബം? അത് ഇന്നലെയാണ് കാട്ടുപോത്ത് ആക്രമണത്തിൽ എബ്രഹാം എന്ന് പറയുന്ന കർഷകൻ കൊല്ലപ്പെടുന്നത്. മണിക്കൂറുകൾക്ക് ശേഷവും അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുകയാണ്. ഇതുവരെ ഇൻക്വസ്റ്റ് നടപടികൾ പോലും പൂർത്തിയായിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബന്ധുക്കളുടെ നിലപാട് തന്നെയാണ്. അതായത് ബന്ധുക്കൾ മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ പൂർണ്ണമായും അംഗീകരിക്കാതെ ഇൻക്വസ്റ്റ് നടപടിക്ക് അനുവദിക്കില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ നിലപാട്. അതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി 2 ഘട്ട ചർച്ചകൾ നടന്നു. പക്ഷേ ചർച്ചകൾ പരാജയമായിരുന്നു. അതിനുശേഷവും ഈ ഇൻക്വസ്റ്റ് നടപടിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അനിശ്ചിതത്വത്തിലാണ്. ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ഇതിൽ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ, അതായത് അതിദരിദ്ര കുടുംബമാണ്, അതുകൊണ്ട് 50 ലക്ഷം രൂപ ധനസഹായമായി നൽകണം. മാത്രമല്ല കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി, മാത്രമല്ല സർക്കാർ ചെലവിൽ ഭൂമി ഫെൻസിംഗ് നടത്തണം. പിന്നെ ഈ കാട്ടുപോത്ത് ആക്രമണം വളരെ ഗുരുതരമാവുന്ന സാഹചര്യത്തിൽ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് കൊലപ്പെടുത്താനുള്ള അനുമതി സർക്കാർ നൽകണം എന്നിവയാണ് കുടുംബത്തിന്റെ ആവശ്യം. ഈ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 ഘട്ട ചർച്ചകളിലും കളക്ടറും എം കെ രാഘവനും സംയുക്ത സമരസമിതിയും ബന്ധുക്കളും ചേർന്ന് നടത്തിയ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകാതെ പോവുകയായിരുന്നു. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങൾക്കുമൊക്കെ, വൈകാരിക പ്രകടനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ കോഴിക്കോട് ജില്ലയും ജില്ലാ കളക്ടറേറ്റും സാക്ഷ്യം വഹിച്ചു. അതായത് ബന്ധുക്കളടക്കം പ്രതിഷേധക്കാരടക്കം റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശേഷം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അങ്ങനെ ഈ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കും ഇൻക്വസ്റ്റ് നടപടികളിലേക്കും കടക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ബന്ധുക്കളുള്ളത്. ആ നിലപാടിനൊപ്പം നിൽക്കുകയാണ് വിവിധ പ്രതിപക്ഷ സംഘടനകളും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഇതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മാത്രമല്ല കക്കയത്ത് ഹർത്താൽ പൂർണ്ണമാണ്. വിവിധ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ്. കക്കയം പോലുള്ള പ്രദേശത്തും കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലും ഇതുപോലുള്ള വന്യജീവി ആക്രമണങ്ങളും ആനയുടെയും കാട്ടുപോത്തിന്റെയും ഒക്കെ ആക്രമണങ്ങൾ ഗുരുതരമാണ്, തുടർക്കഥയാണ്. ഇത് മുന്നേ തന്നെ നാട്ടുകാർ ഇതിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല. അതാണ് ഒരു ദാരുണത്തിലേക്ക് കടന്നത് എന്നുള്ള ഒരു വിമർശനവും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെയാണ് ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ത്തിലേക്കും പോകുന്നത്. എന്തായാലും പോസ്റ്റ് നടപടികൾ നീളുകയാണ്. ഇതുവരെ ഇനിയും ചർച്ചകൾ നടക്കുമെന്നാണ് അറിയുന്നത്. ഈ ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ കുടുംബത്തിനെ അനുനയിപ്പിക്കാൻ വേണ്ടി സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും ആയാൽ മാത്രമേ ഇതിലൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഈ പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾക്ക് അനുമതി നൽകുകയുള്ളൂ എന്ന ഉറച്ച നിലപാടിലാണ് കുടുംബമുള്ളത്. അജീഷ. ശരി മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വത്സയുടെ മൃതദേഹം സംസ്കരിച്ചു. മൃതദേഹം സൂക്ഷിച്ചിരുന്ന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാച്ചുമരം കോളനിയിലെത്തിച്ചാണ് സംസ്കാരം നടത്തിയത്.